അളവ് എന്താണ്, എത്രയാണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അയാൾ മരിച്ചതിന് ശേഷം അവർ പതറിപ്പോവുകയല്ല ചെയ്തത്, മറിച്ച് സഹായത്തിന് മറ്റൊരാളെ കൂടി വിളിച്ചതിന് ശേഷം അയാളുടെ ശരീരം പല കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് പിന്നീട് ഒളിപ്പിക്കുന്നതിന് വേണ്ടി പെട്ടെന്നാരും കണ്ടെത്തുന്നില്ല എന്നുള്ള ഒരു തോന്നലിലാണ് ഒരുപക്ഷെ അത് വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പോലും അവർ തയ്യാറായത്. സ്വയം പ്രതിരോധത്തിനായിരുന്നുവെങ്കിൽ അത് ചെയ്തതിന് ശേഷം അവർക്ക് പോലീസിൽ കീഴടങ്ങാമായിരുന്നു. പക്ഷേ ഇവിടെ ശരീരം വികൃതമാക്കി അതിനെ മറവ് ചെയ്തതിന് ശേഷം അവർ ഒളിവിൽ പോവുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന ഒരു ബ്രാക്കറ്റിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് നിമിഷപ്രിയ ചെയ്തത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അതൊരു കോൾഡ് ബ്ലഡഡ് മർഡർ ആയിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തത കുറവുമില്ല. നമ്മളിവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, ഈ കൊലപാതകം നമ്മുടെ നാട്ടിലായിരുന്നു എന്ന് കരുതുക. ഒരാൾ ആസൂത്രിതമായി കൊല നടത്തുന്നു, അതിനുശേഷം ശരീരം പല കഷ്ണങ്ങളായി മുറിക്കുന്നു, അതിനുശേഷം അതിനെ മറവ് ചെയ്യുന്നു, അതിനുശേഷം അയാൾ അവിടെ നിന്ന് മുങ്ങുന്നു. ഇങ്ങനെയുള്ള ഒരാളിനൊപ്പം നമ്മൾ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. നിമിഷപ്രിയയാണ് എന്ന രീതിയിലോ ഒരു സ്ത്രീയാണ് എന്ന രീതിയിലോ വിദേശ രാജ്യത്താണ് സംഭവിച്ചത് എന്നതിനെയൊക്കെ ഒരു നിമിഷം നിങ്ങൾ മാറ്റിവെക്കുക. നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ ആ ആളിന് പരമാവധി ശിക്ഷ കിട്ടണം എന്നാണോ നമ്മൾ വാദിക്കുക, അതോ അയാളെ വിട്ടയക്കണം എന്നാണോ നമ്മൾ വാദിക്കുക? ഇനി ഈ കൊലപാതകം നടന്നിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഉറ്റവരായിട്ടുള്ള ആർക്കെങ്കിലും ആയിരുന്നു എന്ന് സങ്കല്പിക്കുക. നമ്മുടെ സഹോദരനായിരുന്നു സംഭവിച്ചത് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സഹോദരനെ ആസൂത്രിതമായി കൊല ചെയ്ത് അയാളുടെ ശരീരം ഇതേപോലെ തന്നെ ഡിസ്മെമ്പർ ചെയ്ത് അതിനെ മറവ് ചെയ്ത് അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്ന ഒരാളിനോട് നമ്മൾ ക്ഷമിക്കുമോ? അയാളുടെ ഒപ്പമാണോ നമ്മൾ നിൽക്കുക, അതോ നീതിക്ക് വേണ്ടി പോരാടുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ നമുക്കൊരു നിയമവും മറ്റൊരാളിന്റെ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള നീതിയും എന്നുള്ള ഒരു ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ മലയാളികളുടെ ഭാഗത്ത് പ്രകടമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. ഇനി ഇതൊരു പുരുഷനായിരുന്നെങ്കിലോ? അതായത് ഈ കൊലപാതകം ചെയ്യപ്പെട്ടത് ഒരു സ്ത്രീയും ഈ കൊലപാതകം ചെയ്തത് ഒരു പുരുഷനുമായിരുന്നെങ്കിലോ എന്നാലോചിച്ച് നോക്കുക. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഒരു സ്ത്രീയെ ഏതെങ്കിലും കാരണത്താൽ മയക്കിയതിനു ശേഷം അവരെ കൊന്ന് ശരീരം വികൃതമാക്കി അതിനുശേഷം മറവ് ചെയ്ത് ഒരു പുരുഷൻ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും അയാളോട് സ്വീകരിക്കുക? ഒരു ചെറിയ ഉദാഹരണം ഞാനിവിടെ പറയാം. ചാക്കോയുടെ വധക്കേസാണ്. സുകുമാരക്കുറുപ്പ് കുപ്രസിദ്ധനായിരിക്കുന്ന ആ കൊലപാതക കേസ്. പതിറ്റാണ്ടുകൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ സമൂഹത്തിന്റെ പൊതുബോധം സുകുമാരക്കുറുപ്പിനോടൊപ്പമാണോ അതോ ചാക്കോയോടും കുടുംബത്തിനോടും ഒപ്പമാണോ എന്ന് ആലോചിച്ച് നോക്കുക. സുകുമാരക്കുറുപ്പിനും ആ കൊലപാതകം ചെയ്യുന്നതിന് അയാളുടേതായിട്ടുള്ള ഒരു ന്യായമുണ്ടായിരുന്നു. ആ ന്യായം ഒരുപക്ഷെ അയാൾക്ക് മാത്രം സ്വീകാര്യമായതാകും. അത് പൊതുസമൂഹത്തിന്റെ നീതിബോധത്തിന് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ യുക്തിയും നമ്മുടെ നീതിബോധവും കൂടി പ്രവർത്തിക്കുക എന്നോർക്കുക. ഇനി ഇവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് വിദേശത്താണ് നടന്നിരിക്കുന്നത്, അവർക്കൊരു ട്രാൻസ്ലേറ്റർ സർവീസ് പോലും അവിടെ കിട്ടിയിരുന്നില്ല എന്നൊക്കെ. അവർക്ക് വേണ്ടി വാദിക്കുന്നതിനുള്ള അഭിഭാഷകനെ അവിടെയുള്ള കോടതി തന്നെയാണ് തരപ്പെടുത്തി കൊടുത്തത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളയാളാണ്. ഇവരുടെ ഡിഫൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവിടെ പ്രസന്റ് ചെയ്തതുമാണ്. തന്നെയുമല്ല, നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ അവിടെയുള്ള നിയമങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് കുറ്റം, എന്താണ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നുള്ളത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമല്ല. യമൻ എന്നത് ഒരു ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശിക്ഷാവിധികളെല്ലാം തന്നെ കൂടുതൽ കർശനമാണ് എന്നതിനെക്കുറിച്ച് ആ രാജ്യത്ത് ദീർഘകാലം ഉണ്ടായിരുന്ന നിമിഷപ്രിയയ്ക്ക് എന്തായാലും അറിവുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായിട്ടുള്ള ഡിഫൻസ് അല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, പല ആൾക്കാരും പറയുന്നത് ഈ മരണപ്പെട്ട തലാൽ മെഹദി എന്ന വ്യക്തി ഒരു യമനി സിറ്റിസൺ ആയതുകൊണ്ടും നിമിഷപ്രിയ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ടും അവർക്ക് അവരുടെ സിറ്റിസണെയാണ് അവരുടെ നിയമങ്ങൾ കൂടുതലായി ഫേവർ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ കാര്യത്തിൽ ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള നിമിഷപ്രിയയുടെ ഡിഫൻസ് കോടതിയിൽ പൊളിഞ്ഞതുമാണ്. കാരണം ആ സമയത്ത് കോടതി അവരോട് ചോദിച്ചത്, പ്രതിരോധാർത്ഥമാണ് നിങ്ങളിത് ചെയ്തത് എങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ശവശരീരം നുറുക്കിയെടുത്തത്, അതെന്തിനാണ് നിങ്ങൾ മറവ് ചെയ്ത് രക്ഷപ്പെടാനായിട്ട് പോയത് എന്നുള്ളതാണ്. സ്വയം പ്രതിരോധാർത്ഥം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് നശിപ്പിക്കുന്നതിനോ അങ്ങേയറ്റം ക്രൂരമായിട്ട് ആ ശവശരീരത്തിനോട് പെരുമാറുന്നതിനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് ഓർക്കുക. ഇവിടെ ഒരു നഴ്സ് കൂടിയായിട്ടുള്ള നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് ഒരാളെ കൊന്നതിന് ശേഷം അയാളുടെ ശവശരീരത്തിനെ പോലും അവഹേളിച്ചു എന്നുള്ളതാണ്. അതിനെ 110 പീസുകളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതക മനസ്സുള്ള ഒരാളിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഒരു കൂട്ടാളിയെ കൂടി സംഘടിപ്പിച്ചു എന്നുള്ളതും ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല
എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, നമ്മൾ ഈ പൗരത്വത്തിന്റെ പേരിൽ യമനി സിറ്റിസന് കൂടുതൽ ഫേവററ്റിസം കിട്ടുന്നു, ഇന്ത്യൻ സിറ്റിസൺ അത് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ, ഈ ഹനാൻ എന്ന് വെളിപ്പേരുള്ള നിമിഷപ്രിയയുടെ അക്കംപ്ലീസ് ആയിരുന്ന ആ ഒരു നഴ്സ് യമനി സിറ്റിസൺ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് കൊല്ലപ്പെട്ട തലാൽ മെഹദി എന്നയാളും കൊലപാതകത്തിന് ശേഷം ആ ശരീരത്തിനെ ഡിസ്മെമ്പർ ചെയ്തതിന് ശേഷം മറവ് ചെയ്യുന്നതിന് സഹായിച്ചിരുന്ന ഹനാൻ എന്ന് പറയുന്ന നഴ്സും രണ്ടുപേരും യമനി സിറ്റിസൺസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് യമനി സിറ്റിസൺസിനോട് നിയമം വിവേചനപരമായി പെരുമാറി എന്ന് നമുക്ക് പറയാൻ കഴിയുക? ഈ കൂട്ടാളിയായിട്ടുള്ള യമനി സിറ്റിസണായിട്ടുള്ള ഹനാൻ എന്ന നഴ്സിന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയുമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ തലാൽ മെഹദി എന്ന് പറയുന്ന ഈ വ്യക്തി കൊല ചെയ്യപ്പെടുക എന്നുള്ളത് നിമിഷപ്രിയയുടെ മാത്രം താല്പര്യത്തിലുള്ള ഒരു കാര്യമായിരുന്നു. അത് അവരുടെ മാത്രം ആവശ്യമായിരുന്നു, അല്ലാതെ ഹനാന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമായിരുന്നില്ല. ആ ആവശ്യത്തിൽ നിമിഷപ്രിയയെ സഹായിച്ചു എന്നുള്ള തെറ്റാണ് ഹനാൻ അവിടെ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് വധശിക്ഷ കിട്ടാതെ അവർക്ക് ജീവപര്യന്തം മാത്രമായത്. അതല്ലാതെ ആ നിയമം യമനി പൗരനോടും ഇന്ത്യൻ പൗരനോടും രണ്ട് രീതിയിൽ വിവേചനപരമായി പെരുമാറിയത് കൊണ്ടല്ല ഒരാളിന് കൂടിയ ശിക്ഷ കിട്ടിയതും മറ്റേയാളിന് കുറഞ്ഞ ശിക്ഷ കിട്ടിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ക്രൂരമായ കൊലപാതകം നടത്തിയ ഒരു വ്യക്തിയെ മോചിപ്പിക്കുക എന്നുള്ള ഒരു പൊതുബോധത്തിനൊപ്പം ആ കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ നീതിബോധം എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും,